നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ചിത്രം കടക്കൽ പഞ്ചായത്തിലെ കാറ്റാടിമുട്ടി ജംഗ്ഷനിൽ നിന്നുള്ളതാണ്. 6 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നിരുന്ന വാഗമരം പറന്ന് പന്തലിച്ച് നിൽക്കുന്നു എന്ന പേരിൽ ചടയമംഗലം PWDയുടെ നേതൃത്വത്തിൽ മുറിക്കുകയുണ്ടായി. എന്നാൽ നാളിതുവരെ ഈ മുറിച്ച മരം, ഈ തടിക്കഷ്ണങ്ങൾ ഇവിടെ നിന്ന് മാറ്റി ഗതാഗത യോഗ്യമാക്കുവാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കുരിയോട് നിന്ന് കാറ്റാടിമുട്ടിലേക്കും ചടയമംഗലത്തു നിന്നും കാറ്റാടിമുട്ടി ജംഗ്ഷനിലേക്കും ആൽത്തറമുട്ടിൽ നിന്നും കാറ്റാടിമുട്ടി ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്നും അഞ്ചൽ ഭാഗത്തേക്കും റോഡുകൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റാടിമുട്ടി ജംഗ്ഷൻ ഒരു 4 കൂടുന്ന കവലയാണ്. ഈ അടുത്ത സമയത്ത് ഒരു കുട്ടി അപകടത്തിൽപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെ ഇവിടെ സംജാതമായി. കാരണം ഈ തടി കിടക്കുന്ന ഭാഗത്ത് വന്നപ്പോഴേക്കും ഒരു JCB എത്തുകയും എതിർദിശയിൽ നിന്ന് ഒരു വാഹനം വരികയും ചെയ്തപ്പോൾ കുട്ടിക്ക് എങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത അവസ്ഥയായി. എന്നാൽ ആ JCBയുടെ ഡ്രൈവറുടെ വളരെ ബുദ്ധിപൂർവമായ സമീപനം കൊണ്ട് ആ അപകടം ഒഴിവാക്കുകയാണ് ചെയ്തത്. കൂടാതെ KSRTC, സ്വകാര്യ ബസ്സുകൾ, മറ്റ് വാഹനങ്ങൾ, അങ്ങനെ അനവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ചടയമംഗലം ആൽത്തറമൂട് റോഡ്. ഇതിന്റെ അരികിലാണ് ഈ വാഗമര കഷ്ണം റോഡിലോട്ട് തന്നെ മുറിച്ച് തള്ളപ്പെട്ട രീതിയിൽ കാണപ്പെടുന്നത്. രാവിലെ 6:30 മണി മുതൽ എല്ലാ പഠന ദിവസങ്ങളിലും ഏകദേശം ചെറുതും വലുതുമായ 20-ൽ പരം സ്കൂൾ ബസ്സുകൾ ഈ ജംഗ്ഷനിൽ കൂടി കടന്നു പോകാറുണ്ട്. നമ്മൾ ചടയമംഗലം കടയ്ക്കൽ റോഡിൽ കാറ്റാടിമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അനധികൃതമായി റോഡിന് സൈഡിൽ ഈ മരം PW ഓഫീസ് അവിടെ നിന്ന് ഒടിച്ചിട്ടെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ നിരന്തരം ഇതുവഴി രാവിലെയൊക്കെ ഭയങ്കരമായി ബസ്സും സഞ്ചാരവും സ്കൂൾ കുട്ടികളും ബസ്സുകളുമായിട്ട് ടിപ്പർ, അപ്പോൾ ഈ സൈഡ് കൊടുക്കാൻ ഒരു കാരണവശാൽ റോഡിന് അപകടങ്ങൾ വന്ന് ചേരുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് കാറ്റാടിമുടി ജംഗ്ഷനിൽ ഒരു കോപ്പറേറ്റീവ് സർവീസ് ബാങ്കുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, മിൽമയുണ്ട്, ഒരു മാർക്കറ്റുണ്ട്, അങ്ങനെ പല പല സ്ഥാപനങ്ങൾ, സബ് സെൻ്ററായ മൃഗാശുപത്രി സബ് സെൻ്ററുണ്ട്, ഹെൽത്ത് സെൻ്ററുണ്ട്, യുവജന സമാജ വായനശാലയുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ ഭാഗമായ കാറ്റാടിമുടി ജംഗ്ഷനിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അടിയന്തരമായി ഇത് ഈ സാക്ഷി ടിവിയുടെ റിപ്പോർട്ട് കണ്ടുകൊണ്ട് അടിയന്തരമായി ഈ റോഡിൽ നിന്ന് നീക്കം ചെയ്ത് കാറ്റാടിമുക്കിൽ വല്ല അപകടങ്ങളും ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്തമായ ഏറ്റെടുത്തുകൊണ്ട് ഇത് അടിയന്തരമായി മാറ്റണമെന്ന് പ്രദേശവാസിയായ സതീശൻ. ഇതിന് ഉടൻ തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം, അതാണ് നമ്മളെ നാട്ടുകാരുടെ അഭിപ്രായം. പിന്നെ ഒരുപാട് സ്കൂൾ ബസ്സുകളും പിന്നെ കൊച്ചുങ്ങളൊക്കെ ഇതുവഴി നടന്നു പോകുന്നുണ്ട്. ഒരു ബസ് വന്നാൽ തന്നെ സൈഡ് കൊടുക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല. കാരണം വെച്ചാൽ ഈ മരം ഇങ്ങനെ മരപ്പാഴായിട്ട് കുറേ നാളുകൊണ്ട് ഇവിടെ മുറിച്ചിട്ടേക്കാണ്. നമ്മളെ നാട്ടുകാർ പറയാനുള്ളിടത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു, വല്ല അപകടവും വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ദയനീയാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു വാർത്തയായിട്ട് കൊടുക്കാനും പുള്ളി ഇവിടെ വന്നത് എടുക്കാനുമുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റിത്തരണം എന്നാണ് നമ്മളെ നാട്ടുകാരുടെ ഒരു ഇത്. രാവിലെ നമ്മൾ ഈ ജംഗ്ഷനിൽ എത്തിയാൽ 6:30 മണി മുതൽ സ്കൂൾ കുട്ടികളുടെ നല്ല തിരക്കാണ് ഇവിടെ. വിവിധ സ്ഥലങ്ങളിലേക്ക്, കടയ്ക്കലേക്ക്, ചടയമംഗലത്തേക്ക്, ആയൂരേക്ക്, അഞ്ചലേക്ക്, അങ്ങനെ വിവിധ മേഖലകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ മരക്കഷ്ണം കുട്ടികൾക്കെന്നല്ല, യാത്രക്കാർക്കും കാൽനടക്കാർക്കും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. ദയവായി ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ തടിക്കഷ്ണം മാറ്റി ഇവിടെ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണം. ഒന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇനി 40 ദിവസങ്ങൾ കഴിയുമ്പോൾ അതിപ്രസിദ്ധമായ കടക്കൽ തിരുവാതിര വന്നു ചേരും. തിരുവാതിരയോടനുബന്ധിച്ച് അനേകം ഭക്തർ ക്ഷേത്രത്തിലേക്ക് പോകാനും ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. ആ സാഹചര്യം കൂടി വരുമ്പോൾ ഈ തടിക്കഷ്ണം പൊതുജനങ്ങൾക്ക് ഒരു ഭാരമായി മാറും. സാക്ഷി പറയാനുള്ളത് പറഞ്ഞു. കാട്ടിലെ തടി തേവരുടെ ആന.